ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളെന്താ പറയാൻ പോകുന്നത് നമ്മുടെ വിവോൻ്റെ സർവീസ് സെൻറ്ററിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ DJIൻ്റെ ആക്ഷൻ 2 എന്ന് പറഞ്ഞൊരു ആക്ഷൻ ക്യാമറയാണ്. നിങ്ങളറിയായിരിക്കും ഒരു ആക്ഷൻ, ഇപ്പോൾ നമുക്ക് ആക്ഷൻ 5 വരെ ഇറങ്ങിയില്ല, അതിൽ ആക്ഷൻ 4 ഉണ്ട്. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഒരു 15,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്കൊരു ആക്ഷൻ ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻബിൽഡായിട്ട് 128 GB സാധനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ കാണാം. ഞാൻ 1080p അപ്പോൾ എടുക്കുന്നത് നമുക്ക് 4K ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വിവോൻ്റെ സർവീസിനെ കുറിച്ച് പറയാം. നമുക്ക് എന്തായാലും ഈ സാധനം നിങ്ങൾക്ക് അറിയാം X200 Pro ആണ്. ഇപ്പോൾ X200 ഉണ്ട്. ഇപ്പോൾ കുറേ പേര് X200 Proൻ്റെ എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോസും റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ റീസെൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ ഇങ്ങനെ നമുക്ക് കമൻസും മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാനത് ഒരു കമൻറ്റ് ഇപ്പോൾ ഒരാൾക്ക് Xiaomi 15 വാങ്ങിക്കണോ X200 വാങ്ങിക്കണോ വെച്ചിട്ട് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഇതിൻ്റെ സർവീസിന് ഞാൻ റീസെൻ്റ്ലി എന്ന് വെച്ചാൽ നമുക്കറിയായിരിക്കും മെയ് 2025 അപ്ഡേറ്റ് നമുക്ക് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി പക്ഷേ അത് കിട്ടിയെന്നില്ല. അത് ആക്ച്വലി അവരുടെ ഒരു നമ്മുടെ ഈ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ആ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ഇവിടെ പോയി അപ്ഡേറ്റ് സെക്ഷനിലുണ്ടല്ലോ. അപ്പോൾ അപ്ഡേറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫൺ ടച്ച് ഓസ് എന്നിട്ട് കാണും. അതിൻ്റെ മുകളിൽ ഒരു 3 ഡോട്ട് എന്ന സാധനം. ആ 3 ഡോട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേർഷൻ ട്രയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടു. നമുക്ക് ബീറ്റ വേർഷൻസ് സൈൻ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ന്യൂ വേർഷൻസിൻ്റെ ട്രയൽ പെട്ടെന്ന് കിട്ടാനൊക്കെ ഉള്ളൊരു മോഡുണ്ട്. ആ സാധനം എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്കത് കാരണം തന്നെ ഇത്ര കാലമായിട്ട് ഞാൻ ഇന്നാണ് മെയ് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാലം എനിക്ക് മെയ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ചെയ്തിട്ട് അപ്ഡേറ്റ് ഒക്കെ ചെയ്തു. പക്ഷേ ഞാൻ എന്തായാലും ഇവർക്ക് നിങ്ങൾക്ക് അറിയാം ഇവരുടെ വിവോൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ സർവീസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ സർവീസാണ് സത്യം പറയാലോ. സാംസങ്ങും ആപ്പിളും പിന്നെ ഏരിയയിലില്ല, അവർക്ക് ഡയറക്റ്റ് സർവീസ് സെൻ്റർ ഒന്നും ഇല്ലല്ലോ ഇവിടെ. സാംസങ് ഒന്നും എൻ്റെ ഏരിയയിലേക്ക് എടുത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും കിടിലൻ സർവീസ്. പ്രോംപ്റ്റ് നമ്മൾ ഈ സാധനം ചെയ്ത അതേ കറക്റ്റ് ആൻസർ തന്നെ അവർ നമ്മൾ ഒരു ക്വറി ചോദിച്ചപ്പോൾ അതിൽ ബോട്ട് ആദ്യം വരും, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹ്യൂമൻ അസിസ്റ്റൻ്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ ഇത് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ കറക്റ്റ് ആൻസർ തന്നെ പറഞ്ഞു കേട്ടോ. ക്യുക്കാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സർവീസ് സെൻ്റർ വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് കുറേ ഫ്രീ എന്താ പറയുക കേസ് ഫ്രീ വേണമെങ്കിൽ അങ്ങനെ ബുധനാഴ്ച സംതിങ് എന്തൊക്കെ കുറേ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ സർവീസ് സെൻ്റർ നോക്കിയിരുന്നു. കിടിലൻ സർവീസ് സെൻ്റർ IQൻ്റെയും അതുപോലെ തന്നെ വിവോൻ്റെയും ഒരുമിച്ചാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത സർവീസ് സെൻ്റർ. നമ്മുടെ ഒഫീഷ്യൽ ഷോറൂമൊക്കെ ഉണ്ടാവില്ലേ അതേ രീതിയിലൊക്കെ നല്ല കിടിലൻ ക്വാളിറ്റിയിൽ. അതൊക്കെ നോക്കുമ്പോൾ സാംസങ് ഒക്കെ തല്ലിപ്പൊളിയാണ് കേട്ടോ. പണ്ട് സാംസങ് ഇപ്പോഴത്തെ സർവീസ് സെൻ്ററൊക്കെ ഭയങ്കര തല്ലിപ്പൊളിയാണ് സാംസങ്ങിൻ്റെ. മര്യാദയ്ക്കൊന്നും വർക്ക് ചെയ്യില്ല. പണ്ട് ടോക്കൺ എടുക്കുന്ന സാധനമൊക്കെ അതുപോലത്തേക്കാണ്. ഇപ്പോൾ മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ തനി കുതിരയാണ്. അപ്പോൾ വിവോ ടോപ്പ് സർവീസ് എന്ന് പറഞ്ഞാൽ പറയാട്ടോ. എന്ന് വെച്ചാൽ കുറേ പേർക്ക് സംശയമുണ്ട് ഈ വിവോ ഒപ്പോ എന്നൊക്കെ പറയുമ്പോൾ ഈ 1,00,000 രൂപയുടെ ഫോൺ എടുക്കാനൊരു മടിയൊക്കെ ഉണ്ടാവും. ഷോമിയുടെ പിന്നെ പറയാൻ വേണ്ട. ഇത് പിന്നെയും നമ്മുടെ X സീരീസ് പോയതുകൊണ്ട് തന്നെ കുറേ പേര് എടുക്കുന്നുണ്ട് കമ്പാരിറ്റീവ്ലി. പക്ഷേ സാംസങ്ങിൻ്റെയും ആപ്പിളിൽ അത്രയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിലൊരു ആനവണ്ടി വരുന്നുണ്ട്. KSRTC പോവില്ല. ഞാൻ അവിടെ സൈഡ് റോഡിലേക്ക് കയറിയിട്ടൊക്കെയാണ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് പോയിട്ട് വരുന്ന വഴിയിലായിരുന്നു. അത് പോവായിരിക്കില്ലേ. അപ്പോൾ ഇത് ആക്ച്വലി പറയാനാണ് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വിവോ X200 സുഖമായിട്ട് എടുക്കാം. കണ്ണും എടുക്കാം. കിടിലൻ സാധനം, കിടിലൻ സർവീസ്, കിടിലൻ ക്യാമറ, അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഷോമിക്ക് ഇതുപോലെ ഇത്രയും കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് റെഗുലറായിട്ട് അപ്ഡേറ്റ് കിട്ടില്ല ഷോമിയുടെ. അതാണ് വേറെ പ്രോബ്ലം. പക്ഷേ Xiaomi 15 എന്ന് പറയുമ്പോൾ ഒരു 60,000 രൂപയുടെ റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ റേഞ്ചിൽ X200 ഉണ്ട്. X200 ആയാലും നിങ്ങൾക്ക് കണ്ണുമുട്ടി എടുക്കാം. ഒരു 30,000 രൂപയുടെ റേഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട് X200 ആയിട്ട് എടുക്കുമ്പോൾ. പക്ഷേ സാധനം കിടിലുണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്യാമറ തന്നെയാണ്. അതിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസാണ് മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത്. മറ്റേൽ ഒരു ചെറിയ എന്താ പറയുക സെൻസർ ഡിഫറൻസും വരുന്നുണ്ട്. പക്ഷേ അതിൽ മെയിൻ ഡിഫറൻസ് നമ്മുടെ ടെലിഫോട്ടോ ലെൻസാണ്. 200 അല്ല 50 വരുന്നത് കേട്ടോ. പക്ഷേ എന്നാലും കിടിലൻ സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ തംസപ്പാണ്. രണ്ടും കണ്ണും പൊട്ടിയെടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ തന്നെയാണത്. അത് വേറെ കാര്യം. എന്താ വെച്ചാൽ ഞാൻ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ X200 Pro എടുക്കാൻ ആരെങ്കിലും 90,000 എടുത്ത് ചിലവാക്കിയിട്ട് എടുക്കുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൽ നമുക്ക് കമൻസ് വന്നേക്കുന്നതും നിങ്ങൾക്ക് ആ കമൻസ് എടുത്ത് നോക്കി നോക്കാം. കമൻസ് വന്നേക്കുന്നതും ഒരു പോസിറ്റീവ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർക്ക് ബ്രാൻഡൊക്കെ പോയി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ബ്രാൻഡ് നമുക്ക് ഏതാണോ ബെസ്റ്റ്, ശരിക്കും അത് തന്നെയാണല്ലോ വേണ്ടത്. നമുക്ക് ഏതാണോ ബെസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വാല്യൂ തരണം, അതാണ് എടുക്കേണ്ടത്. അല്ലാണ്ട് 80,000 കൊടുത്തിട്ട് iPhone 16 Pro എടുത്തിട്ട് എന്തും വാങ്ങാനിരിക്കുന്ന അതിൽ 10 പൈസയുടെ 30,000 രൂപയുടെ ഫോണിൻ്റെ സ്പെക്സ് പോലും സാധനം ഇല്ല. അപ്പോൾ ആ പൊട്ടന്മാരോട് തൊട്ടെ അവർ പിന്നെ പറഞ്ഞിട്ട് തരില്ല. അല്ലെങ്കിൽ ഫാൻ ബോയ്സുകളൊക്കെ പോയി അവരുടെ കാശ് കൊടുത്തെടുത്തോട്ടെ, കുഴപ്പമില്ല.
ബോധമുള്ള ഒരു കാര്യം നമുക്ക് പറയണത്. അതുപോലെ തന്നെ അവരുടെ കാശ് കൊടുക്കുമ്പോഴുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ. വേറെ കുറേ പേരുണ്ട് നമുക്ക് ഇതുപോലെ കമൻറ്റ് ചെയ്യുന്നത്. ഷാമിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് കുറേ കമൻറ്റ് കിട്ടുന്നത് വന്നേക്കുന്നതാണ്. ഇത് ചൈനീസ് കമ്പനിയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. ചൈനീസ് കമ്പനി ഇല്ലാണ്ട് ഇവിടെ ഏത് കമ്പനിയുള്ള വേറെ? സാംസങ് ഉണ്ട്, സൗത്ത് കൊറിയൻ കമ്പനി ഉണ്ട്, അമേരിക്ക നമ്മുടെ ആപ്പിൾ ഉണ്ട്, അമേരിക്കൻ കമ്പനി ഉണ്ട്, ഇന്ത്യ കമ്പനി എവിടെ വാങ്ങിയുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് സൗത്ത് കൊറിയയുടെ സാധനങ്ങൾ വാങ്ങിക്കാനും അത് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചൈന നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്നില്ല, പക്ഷേ ചൈനീസ് ബ്രാൻഡുകളാണ് നമ്മൾ കൊടുക്കുന്ന കാശിന് നല്ല വാല്യൂ പോലത്തെ ഒരു സാധനം തരുന്നത്. അത് നോക്കിയാൽ വരാം നമുക്ക്. അല്ലാണ്ട് ഇപ്പോൾ സാംസങ് ഈ സാധനത്തിന് ഈ റേഞ്ചിലുള്ള സാംസങ് ഫോൺ കിട്ടണമെങ്കിൽ 1 ലക്ഷത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അറിയിക്കില്ല. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഐഫോൺ ആയാലും. അപ്പോൾ അത്രയും കാശ് കൊടുത്തിട്ട് എടുക്കാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കാശ് നിങ്ങൾ ഹാർഡ് ഏൺ ചെയ്ത മണി കൊടുത്ത് എടുക്കാൻ കുഴപ്പമില്ല, നിങ്ങൾ അത് എടുത്തോ. അല്ലെങ്കിൽ ഷോമി എടുക്കണ്ട, ആരാ പറഞ്ഞ ഷോമി എടുക്കാൻ? എന്നുവെച്ചാൽ ചിലവന്മാർ ഇതുപോലെ വരും, ബോധമില്ലാത്ത കുറച്ച് സാധനം, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറച്ച് സാധനമുണ്ടല്ലോ, അങ്ങനത്തെ കുറണം വരും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ് കേട്ടോ. എന്നുവെച്ചാൽ അല്ലെങ്കിൽ പിന്നെയും ഒന്ന് കമൻറ്റ് ചെയ്യും ഇതിൻ്റെ അടിയിൽ വിവോനെ പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. പിന്നെ പോരാ തന്നെ ഈ സാധനങ്ങളൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ തല്ലാണ് എനിക്ക് കമ്പനി അയച്ചിടണമെന്നല്ല. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഒരു പട്ടി സമ്മേളനം വരുന്നുണ്ടല്ലോ, കുറേ പട്ടികൾ. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാണണമെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.